ഇന്ന് മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലും നമ്മൾ പ്രസൻറ്റിലും പാസ്റ്റിലും വരുന്ന തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ഇതേ ടെൻസസ് ഉപയോഗിച്ച് കുറച്ച് വ്യത്യാസമുള്ള തരം ക്വസ്റ്റ്യൻസും സെൻറ്റൻസസും ഒക്കെയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യം വരുന്ന തരം ചില പാറ്റേൺസ് ആണെന്ന്. പക്ഷേ ഈ പാറ്റേൺസ് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് പറയാൻ കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രാക്ടീസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ വീഡിയോൻ്റെ അവസാനമുള്ളൊരു ക്വിസ് ഉണ്ടല്ലോ, അത് ആൻസർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ വളരെ കോമൺ ആയി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കേട്ടോ. ഇന്ന് സ്കൂളുണ്ടോ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ആ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: ഇസ് ദേ സ്കൂൾ ടുഡേ? കേട്ടോ ചോദ്യം? ഇസ് ദേ സ്കൂൾ ടുഡേ എന്നാണ് ചോദ്യം വന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. ഈ ദേർ എന്ന വാക്ക് കണ്ടല്ലോ, അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം അവിടെ നിന്നാണല്ലോ. അതെങ്ങനെ ഇവിടെ വന്നു? ഞാൻ ചോദിച്ചത് അവിടെ സ്കൂളുണ്ടോ എന്നല്ലല്ലോ, ഇന്ന് സ്കൂളുണ്ടോ എന്നല്ലേ. അപ്പോൾ ഇവിടെ ദേറിന് എന്താ കാര്യം? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾ ആദ്യം അറിയണം. അപ്പോൾ സെൻറ്റൻസ് ഇതാണ്: ഇന്ന് സ്കൂൾ ഉണ്ട്. ഇത് ഇംഗ്ലീഷിൽ പറയാൻ ടുഡേ ഇസ് സ്കൂൾ എന്ന് ഓരോ വാക്കായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തെറ്റിപ്പോവും. അവിടെ നമ്മൾ പറയുക ദേർ ഇസ് സ്കൂൾ ടുഡേ എന്നാണ്. അതായത് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളുണ്ട് എന്നൊരു അർത്ഥം കിട്ടണമെങ്കിൽ, സ്കൂൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നൊരു അർത്ഥം കിട്ടണമെങ്കിൽ ഈ ദേർ എന്ന വാക്ക് ആദ്യം വന്നേ പറ്റൂ. അപ്പോൾ സ്കൂൾ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ദേർ ഇസ് സ്കൂൾ ടുഡേ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ കുറച്ച് സെൻറ്റൻസസ് നമുക്ക് ആദ്യം നിന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. മേശപ്പുറത്ത് ഒരു പേനയുണ്ട്. എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ദേർ ഇസ് എ പെൻ ഓൺ ദ ടേബിൾ അല്ലെങ്കിൽ ഓൺ ദ ഡെസ്ക്. കണ്ടോ, ഒരു പേന എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ദേർ ഇസ് എ പെൻ എവിടെയാ? ഓൺ ദ ഡെസ്ക്. ഇനി സമീപത്ത് അല്ലെങ്കിൽ അടുത്ത് ഒരു ബാങ്ക് ഉണ്ട്. അവിടെ ദേർ ഇസ് എ ബാങ്ക് നിയർ ബൈ. അപ്പോൾ അടുത്തായി അല്ലെങ്കിൽ സമീപത്തായി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് നിയർ ബൈ എന്ന് പറയാം. അവിടെയും ഒരു ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദേർ ഇസ് എ ബാങ്ക് നിയർ ബൈ. അടുത്ത് നോക്കൂട്ടോ, ഫ്രിഡ്ജിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് ചോറ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പറയുക? ദേർ ഇസ് സം റൈസ് ഇൻ ദ ഫ്രിഡ്ജ്. കണ്ടോ, കുറച്ച് ചോറ് എന്ന് പറഞ്ഞപ്പോൾ സം റൈസ് എന്നാണ് പറഞ്ഞത്. അവിടെയും ദേർ ഇസ് എന്നാണ് പറഞ്ഞത്. കാരണം ഈ ചോറ് എന്ന് പറയുന്നത് നമ്മൾ എണ്ണുന്നൊരു സാധനമല്ലല്ലോ, കുറച്ച് ചോറ് എന്നല്ലേ പറയുക. അവിടെ സം എന്ന് പറഞ്ഞു, അവിടെ നമ്മൾ ദേർ ഇസ് എന്ന് തന്നെയാണ് സെൻറ്റൻസിൽ പറഞ്ഞത്. പിന്നെ ഇവിടെ ഫ്രിഡ്ജിനുള്ളിലാണ്, അതുകൊണ്ടാണ് ഇൻ ദ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഒരു ഡി ഉണ്ടെങ്കിലും നമ്മൾ ഫ്രിഡ്ജ് എന്ന് പറയേണ്ട, ഫ്രിഡ്ജ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡി സൈലൻ്റ് ആണ്. ധാരാളം ബ്രെഡ് ബാക്കിയുണ്ട്. എങ്ങനെയാണ് പറയുക? ധാരാളം ബ്രെഡ് എന്നുള്ളതിന് പ്ലെൻറ്റി ഓഫ് ബ്രെഡ് എന്ന് പറയാം. പിന്നെ എന്തെങ്കിലും ഒന്ന് ബാക്കിയായി അല്ലെങ്കിൽ ബാക്കിയുണ്ട് എന്നൊക്കെ പറയാൻ ലെഫ്റ്റ് എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ പറയുന്നത് ദിസ് പ്ലെൻറ്റി ഓഫ് ബ്രെഡ് ലെഫ്റ്റ് എന്നാണ്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ദിസ് പ്ലെൻറ്റി ഓഫ് ബ്രെഡ് ലെഫ്റ്റ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ ദേർ ഇസ് എന്ന് തന്നെ പറഞ്ഞല്ലോ, അതിന് പകരം ഞാനിവിടെ ചേർത്ത് പറഞ്ഞു ദേസ് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഈ ബ്രെഡ് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്ന ഒന്നായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. ബ്രെഡ് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലൈസസ് നമുക്ക് എണ്ണാം. പക്ഷേ ബ്രെഡ് മുഴുവനായിട്ട് അതൊരു ലോഫായിട്ട് പറയുമ്പോൾ അത് എണ്ണാൻ പറ്റുന്നതായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ദേർ ഇസ് പ്ലെൻറ്റി ഓഫ് ബ്രെഡ് ലെഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത്, കഴിക്കാൻ ധാരാളമുണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ ഒരുപാടുണ്ട്. എന്താ പറയുക? ദിസ് പ്ലെൻറ്റി ടു ഈറ്റ്. കഴിക്കാൻ, അതിനാണ് ടു ഈറ്റ് എന്നിവിടെ വന്നത്. ദിസ് പ്ലെൻറ്റി ടു ഈറ്റ്. അടുത്ത നോക്കിയേ, ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ചെയ്യാൻ കുറേ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്യാൻ ഒന്നുമില്ല എന്ന്. അവിടെ പറയുന്നത് ദിസ് നത്തിങ് ടു ഡു. ചെയ്യാൻ, അവിടെയാണ് ടു ഡു എന്ന് പറഞ്ഞത്. ദിസ് നത്തിങ് ടു ഡു. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, പറയാൻ കുറേ ഉണ്ട്, സംസാരിക്കാൻ കുറേ ഉണ്ട് എന്നൊക്കെ. അതെങ്ങനെ പറയും? ദിസ് എ ലോട്ട് ടു ടോക്ക് അബൌട്ട്. എന്തിനെങ്കിലും കുറിച്ചല്ലേ നമ്മൾ പറയുക, അതുകൊണ്ടാണ് ടു ടോക്ക് അബൌട്ട് എന്ന് പറയുന്നത്. വെറുതെ ദിസ് എ ലോട്ട് ടു ടോക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ദിസ് എ ലോട്ട് ടു ടോക്ക് അബൌട്ട് എന്നാണ് പറയുക. ഇപ്പം നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം പ്രസൻറ്റിൽ നടക്കുന്നതായിരുന്നു, അതുകൊണ്ടാണ് ദേർ ഇസ് എന്ന് പലയിടത്തും നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണെങ്കിലോ, ഉദാഹരണത്തിന് ഞാൻ പറയാണ്, കഴിഞ്ഞ ആഴ്ച ഒരു ഗ്രഹണമുണ്ടായി. അത് പാസ്റ്റിൽ നടന്ന കാര്യമാണല്ലോ, ഉണ്ടായി എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രഹണത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? നിങ്ങൾക്കറിയായിരിക്കും, എക്ലിപ്സ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ നമ്മൾ പറയുക ദേ വാസ് ആൻ എക്ലിപ്സ് എന്നാണ്. അവിടെ കണ്ടോ, ആൻ എക്ലിപ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെ നിന്നാണ് ഈ ആൻ എന്ന് വന്നത്? എന്തുകൊണ്ട് എ എക്ലിപ്സ് എന്ന് പറയുന്നില്ല?
കാരണം അവിടെ നിങ്ങൾക്ക് കാണാം എക്ലിപ്സ് എന്നുള്ള വാക്ക് ഇ എന്ന ലെറ്റർ വെച്ചാണ് തുടങ്ങിയത്. അതിലുപരിയായിട്ട് അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? എക്ലിപ്സ് എന്ന്. അപ്പോൾ ഈ സ്വരാക്ഷരങ്ങളുണ്ടല്ലോ, ആ, ഇ, ഉ, ഓ, എ, ഐ ഇങ്ങനെയുള്ള സ്വരാക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഒരു വാക്ക് തുടങ്ങുന്നതെങ്കിൽ അവിടെ നമ്മൾ അതിന് മുൻപ് വരുന്ന ആ ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ആൻ എന്നൊക്കെ ഉള്ളത്, അതിൽ ആൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, എക്ലിപ്സ് എന്ന് പറയുമ്പോൾ അത് ഇ വെച്ചിട്ടാണ് തുടങ്ങിയത്. അത് നമ്മൾ പറയുന്നത് എക്ലിപ്സ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആൻ ആണ് അതിന് മുമ്പ് യൂസ് ചെയ്യുക. ആൻ എക്ലിപ്സ് എന്ന് വന്നാൽ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, കഴിഞ്ഞ ആഴ്ച ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പോൾ അവിടെ സോളാർ എക്ലിപ്സ് എന്ന് വരും. അവിടെ പറയുക there was a solar eclipse എന്നാണ്. അവിടെ സോളാർ എസ് വെച്ചല്ലേ തുടങ്ങിയത്, ഇതുപോലെയുള്ള സ്വരാക്ഷരങ്ങളല്ലല്ലോ വന്നത്. അതുകൊണ്ട് there was a solar eclipse. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് is, was ഒക്കെ വരുന്ന തരം സെൻറ്റൻസസ് ആയിരുന്നു അല്ലേ? കാരണം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ എന്താ വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെൻറ്റൻസ് ഇതാണ്: ഷെൽഫിൽ പുസ്തകങ്ങളുണ്ട്. ഷെൽഫ് എന്ന് പറയുമ്പോൾ ഒരു തട്ടാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ത് പറയും? there are books on the shelf. ആ തട്ടിന് മേലെയല്ലേ വെക്കുന്നത്, അതുകൊണ്ട് ഓൺ ദ ഷെൽഫ് എന്ന് പറയണം. പുസ്തകങ്ങളായതുകൊണ്ട് there are books എന്ന് വന്നു. there are books on the shelf. ഫ്രിഡ്ജിൽ ആപ്പിൾ ഇരിപ്പുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇത് ശ്രദ്ധിക്കണം കേട്ടോ. മലയാളത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ആപ്പിളാണെങ്കിലും ഒന്നിലധികം ആപ്പിളാണെങ്കിലും നമ്മൾ ആപ്പിളുകൾ ഇരിപ്പുണ്ടെന്നൊന്നും പറയില്ല, ആപ്പിൾ ഇരിപ്പുണ്ടെന്നേ പറയുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഒരു ആപ്പിളേ ഉള്ളെങ്കിൽ നമ്മൾ പറയും there is an apple in the fridge. നേരെ മറിച്ച് ഒന്നിലധികം ഉണ്ടെന്ന് നമുക്ക് അറിയാമെങ്കിൽ എന്താ പറയുക? there are apples in the fridge. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിൽ അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ വരണം? there are apples എന്നാണ് വരിക. there is apples എന്ന് പറയില്ല, there are apples in the fridge. അപ്പോൾ ഇതേപോലെ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലോ, ഇപ്പോൾ ഞാൻ പറയാണ് പാർട്ടിയിൽ, അതായത് പാർട്ടിക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഉണ്ടായിരുന്നു പാസ്റ്റ് ആണല്ലോ. അപ്പോൾ എന്ത് പറയും? there were a lot of people at the party. ശ്രദ്ധിച്ചോ, പീപ്പിൾ എന്നാണ് ഞാൻ പറഞ്ഞത്, ആളുകൾ. അതുകൊണ്ട് there were a lot of people എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർക്കും a lot of എന്നല്ലേ പറഞ്ഞത്, എന്നാണല്ലോ വന്നത്. അപ്പോൾ അവിടെ there were എന്ന് പറയാമോ എന്ന്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് a lot of എന്താണ് ഞാൻ പറഞ്ഞത്? people, എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലേ. അതുകൊണ്ട് there were a lot of people എന്ന് തന്നെ പറയണം. ഇപ്പോൾ സമയത്തെക്കുറിച്ചായിരുന്നെങ്കിൽ a lot of time എന്ന് പറയാൻ there was a lot of time എന്ന് നമ്മൾ പറയുമായിരുന്നു. കാരണം സമയം നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ. അപ്പോൾ there was a lot of time, പക്ഷേ there were a lot of people. ഇനി നമുക്ക് ഈ സെൻറ്റൻസസിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഇപ്പോൾ എനിക്ക് ചോദിക്കണം, മേശപ്പുറത്തൊരു പേനയുണ്ടോ? is there a pen on the desk? ശ്രദ്ധിച്ചോ, is there a pen on the desk എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മുൻപ് നമ്മൾ കണ്ടില്ലേ there is a pen എന്ന് പറയുന്നത് സെൻറ്റൻസിൽ. ഇവിടെ അതൊന്ന് തിരിച്ചിട്ടു, is there എന്നാക്കി. is there a pen on the desk? ഇനി അടുത്ത ബാങ്ക് ഉണ്ടോ? is there a bank nearby? ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന തരം ചോദ്യങ്ങളല്ലേ. is there a bank nearby? അടുത്ത്. ഇനി അടുത്തത്, ഇവിടെ അടുത്തായി ഒരു ATM ഉണ്ടോ? അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചത് ഇവിടെ അടുത്തായി എന്നാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക? is there an ATM near here? ഇവിടെ അടുത്ത്, near here. is there an ATM near here? ഈ ATM എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇങ്ങനെയല്ലേ എഴുതുന്നത്. അപ്പോൾ അവിടെയും വരുന്നത് A ആണ് ആദ്യം വരുന്നത്. ATM എന്നാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് an ATM എന്ന് പറഞ്ഞത്. an ATM. is there an ATM near here? അടുത്തത് നോക്കൂട്ടോ, 10 മണിക്ക് ബസ് ഉണ്ടോ? is there a bus at 10? അപ്പോൾ 10 മണി എന്നുള്ളതിന് വേണമെങ്കിൽ at 10 എന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ at 10 o'clock എന്ന് പറയാം. is there a bus at 10 o'clock? ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പ വഴിയുണ്ടോ? is there an easy way to learn English? is there an easy way to learn English? അപ്പോൾ ഈസി വേ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഈ വെച്ചിട്ടാണ് ആ വാക്ക് തുടങ്ങുന്നത്. മാത്രമല്ല അത് പറയുന്നതും ഈസി എന്നാണ് അല്ലേ, ആ ഒരു സ്വരാക്ഷരം വന്നു ഈസി. അതുകൊണ്ടാണ് an easy way എന്ന് പറഞ്ഞു കേട്ടോ. is there an easy way to learn English? ഇതും നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ടോ എന്ന്. അപ്പോൾ അവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് ഫ്രിഡ്ജിൽ പാൽ എന്തെങ്കിലും ഉണ്ടോ, അതായത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം. അപ്പോൾ അവിടെ ആ ചോദ്യം ഇംഗ്ലീഷിൽ വരുന്നത് ഇങ്ങനെയാണ്: is there any milk in the fridge എന്ന്. is there any milk in the fridge എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ പാലെന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്ന ഒന്നായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് is there എന്ന് പറഞ്ഞ് ഇവിടെ ചോദ്യം വന്നത് കേട്ടോ. അടുത്ത നോക്കൂ, ചായ ബാക്കിയുണ്ടോ? അവിടെ എന്ത് ചോദിക്കും? is there any tea left? അതായത് ചായ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ
ഇസ് ദെയർ എനി ടീ ലെഫ്റ്റ് എന്ന് ചോദിച്ചു. ബാക്കി എന്നുള്ളതിന് ലെഫ്റ്റ് എന്ന് പറയുമല്ലോ. പിന്നെ ഈ ചായ, കുടിക്കുന്ന ചായ എണ്ണാൻ പറ്റുന്നതല്ല അല്ലേ. ചായ കപ്പുകൾ, 2 കപ്പ് ചായ അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ ചായ എന്ന് പറയുമ്പോൾ അത് കൗണ്ടബിൾ അല്ല. അതുകൊണ്ടാണ് ഇസ് ദെയർ എനി ടീ ലെഫ്റ്റ് എന്ന് ചോദിച്ചത്. പക്ഷെ അടുത്ത ചോദ്യം നോക്കൂ. നമ്മൾ ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടീ ബാഗ് യൂസ് ചെയ്യില്ലേ? ടീ ബാഗ്സ് എണ്ണാം അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചോദിക്കുന്നത് നോക്കൂ. ടീ ബാഗ്സ് ബാക്കിയുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ആർ ദെയർ എനി ടീ ബാഗ്സ് ലെഫ്റ്റ് എന്ന് ചോദിക്കാം. കാരണം ടീ ബാഗ്സ് എണ്ണാൻ പറ്റും. അപ്പോൾ ആർ ദെയർ എന്ന് ചോദിക്കണം. ടീ ബാഗ്സ് എന്ന് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ, എണ്ണാൻ പറ്റുന്നതുകൊണ്ടാണ്. ആർ ദെയർ എനി ടീ ബാഗ്സ് ലെഫ്റ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വസ്തു കൗണ്ടബിൾ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എനി എന്ന വാക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് അൺകൗണ്ടബിൾ ആയിട്ടുള്ളൊരു വസ്തു ആണെങ്കിൽ അവിടെ നമ്മൾ ഇസ് എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇസ് ദെയർ എനി ടീ ലെഫ്റ്റ് എന്നാണ് ചോദിക്കുക. പക്ഷേ കൗണ്ടബിൾ ആയിട്ടുള്ളൊരു വസ്തു ആണെങ്കിൽ അത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ആർ എന്ന് വരും. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ടിന്നിൽ ബിസ്ക്കറ്റ്സ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് ബിസ്ക്കറ്റുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ഞാൻ ചോദിക്കുക ആർ ദെയർ ബിസ്ക്കറ്റ്സ് ഇൻ ദ ടിൻ എന്നാണ്. കാരണം ബിസ്ക്കറ്റ് എണ്ണാം. നമ്മൾ ഒരു ബിസ്ക്കറ്റ് അല്ല ചോദിക്കുന്നത്, കുറച്ചധികം ബിസ്ക്കറ്റിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആർ ദെയർ ബിസ്ക്കറ്റ്സ് ഇൻ ദ ടിൻ എന്നാണ് ചോദ്യം വരിക. ഇനി ഇക്കൊല്ലം ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ശ്രദ്ധിച്ചോ, 29 ദിവസങ്ങൾ. അപ്പോൾ ആർ ദെയർ 29 days in February this year എന്നാണ് ചോദ്യം വരിക. ആർ ദെയർ എന്നാണ് ചോദ്യം തുടങ്ങിയത്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. ചോദ്യം ഇതാണ്: എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇസ് ദെയർ എനി പ്രോബ്ലം? ഇസ് ദെയർ എനി പ്രോബ്ലം? ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവിടെ ചോദ്യം മാറും. ആർ ദെയർ എനി പ്രോബ്ലംസ്? ശ്രദ്ധിച്ചോ, ആർ ദെയർ എനി പ്രോബ്ലംസ്. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കും? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇസ് ദെയർ എനി അതർ പ്രോബ്ലം? വേറെ എന്തെങ്കിലും, എനി അതർ. ഇസ് ദെയർ എനി അതർ പ്രോബ്ലം എന്നാണ് അവിടെ ചോദ്യം വരിക. ഇതും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അടുത്ത് വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഞാൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞില്ല കേട്ടോ, റെസ്റ്റോറൻറ്റ് ഒന്നാണ്. അപ്പോൾ ഇസ് ദെയർ എനി അതർ റെസ്റ്റോറൻറ്റ് നിയർ ബൈ? നേരത്തെ കണ്ടില്ലേ അടുത്തെന്നുള്ളതിന് നിയർ ബൈ എന്ന് പറയുന്നത്. ഇസ് ദെയർ എനി അതർ റെസ്റ്റോറൻറ്റ് നിയർ ബൈ? ഇതുവരെ നമ്മൾ കണ്ടത് ദെയർ എന്ന വാക്ക് എങ്ങനെയെല്ലാം ഉപയോഗിക്കും എന്നാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ദെയർ ഇസ് എന്ന് പറഞ്ഞു, ചിലപ്പോൾ ദെയർ ആർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലും ചിലപ്പോൾ ഇസ് ദെയർ എന്നാണ് ചോദ്യം വന്നത്, ചിലപ്പോൾ ആർ ദെയർ എന്ന് പറഞ്ഞാണ് ചോദ്യം തുടങ്ങിയത്. ഇതേപോലെ വേറൊരു വാക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇറ്റ്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ സാധാരണ ഒരു ഉപയോഗം പറയാം. ഞാൻ പറയാണ് വാതിൽ തുറന്ന് കിടക്കുകയാണ്. എന്ത് പറയും? ദ ഡോർ ഇസ് ഓപ്പൺ, അങ്ങനല്ലേ പറയുക. ഇനി ഈ ദ ഡോർ എന്നതിന് പകരം എനിക്ക് വേണമെങ്കിൽ അത് തുറന്ന് കിടക്കുകയാണെന്ന് പറയാമല്ലോ. അപ്പോൾ ഇറ്റ് ഇസ് ഓപ്പൺ എന്ന് പറയും. അപ്പോൾ ആ ഡോറിന് പകരമാണ് ഞാൻ ഇറ്റ് എന്ന വാക്ക് അവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അത് നമുക്കറിയാവുന്നൊരു ഉപയോഗമാണ് അല്ലേ. പക്ഷെ അല്ലാതെയും ചിലപ്പോൾ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പറയണം 2 മണിയായി. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവിടെ വെറുതെ 2 o'clock ഇസ് എന്ന് പറഞ്ഞാൽ പോരാ അല്ലേ. അവിടെ ഒരു വാക്കിൻ്റെ ആവശ്യമുണ്ട്, ഇറ്റ്. എന്ത് പറയും? ഇറ്റ് ഇസ് 2 o'clock. കണ്ടോ, ഇറ്റ് ഇസ് 2 o'clock എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ ഇറ്റിന് അത് 2 മണിയായി എന്നൊരു അർത്ഥമുണ്ടോ? ഇല്ല. പക്ഷേ ആ അർത്ഥം, ആ സമയത്തെക്കുറിച്ചുള്ള ആ ഒരു സെൻറ്റൻസിൽ ആ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ അവിടെ ഇറ്റ് നമ്മൾ ആദ്യം യൂസ് ചെയ്തേ പറ്റൂ. അപ്പോൾ പലപ്പോഴും സമയത്തെക്കുറിച്ച് അതുപോലെ കാലാവസ്ഥയെക്കുറിച്ച് ഒക്കെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ഇറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് സമയമായി എന്ന് പറയണമെങ്കിലോ അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ഇറ്റ് ഇസ് ടൈം എന്നാണ് പറയുക. സമയത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്, അപ്പോൾ ഇറ്റ് ഇസ് ടൈം. ഇനി പോകാൻ സമയമായി എന്ന് എങ്ങനെ പറയും? ഇറ്റ് ഇസ് ടൈം ടു ഗോ. പോകാൻ, അതാണ് ടു ഗോ, അതുകൂടെ ചേർക്കണം. ഇറ്റ് ഇസ് ടൈം ടു ഗോ. അപ്പോൾ ഈ ഇറ്റ് ഇസ് എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ ചുരുക്കി ഇറ്റ്സ് എന്ന് പറയാം. ഇറ്റ്സ് ടൈം ടു ഗോ എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് എഴുതുമ്പോൾ ഈ ഇറ്റ് കഴിഞ്ഞിട്ട് എപ്പോസ്ട്രഫി കഴിഞ്ഞിട്ട് വേണം എസ് ചേർക്കാൻ. അപ്പോഴാണ് ഇറ്റ് ഇസ് എന്ന അർത്ഥം ഇവിടെ വരുന്നത് കേട്ടോ. നേരെ മറിച്ച് വെറുതെ ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ എന്നാണ്. അതിൻ്റെ എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ എപ്പോസ്ട്രഫി ഇല്ലാതെ ഇറ്റ്സ് എഴുതുന്നത്. അതല്ല നമുക്കിവിടെ വേണ്ടത്, ഇതാണ് ഇറ്റ് എപ്പോസ്ട്രഫി എസ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എൻ്റെ പിറന്നാളാണ് അല്ലെങ്കിൽ എൻ്റെ ജന്മദിനമാണ് ഇതെങ്ങനെ പറയും? ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അപ്പോൾ അവിടെ നമ്മൾ സമയവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത്, അതുകൊണ്ട് ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അതേപോലെ ചൂട്, തണുപ്പ്, മഴ അങ്ങനെയുള്ള ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഇറ്റ് തന്നെ യൂസ് ചെയ്യും.
നല്ല ചൂടാണ്. പറയുക ഇറ്റ് ഈസ് വെരി ഹോട്ട് എന്നാണ്. ഇറ്റ്സ് വെരി ഹോട്ട്. പുറത്ത് മഴ പെയ്യാണ്. എങ്ങനെ പറയുക? ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. മഴയെക്കുറിച്ചാണ് പറഞ്ഞത്, അപ്പോൾ ഇറ്റ് എന്നാദ്യം വരണം. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഇനി ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാൻ നോക്കാം. ഇപ്പോൾ മുൻപ് നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ ബർത്ത്ഡേ ആണ്, ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കണം നിങ്ങളുടെ ബർത്ത്ഡേ ആണോ എന്ന്. ഇങ്ങനെ ചോദിക്കും, ഇസ് ഇറ്റ് യോർ ബർത്ത്ഡേ? നിങ്ങൾ എന്നോട് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക ഇസ് ഇറ്റ് യോർ ബർത്ത്ഡേ എന്നായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ കണ്ടല്ലോ ഇറ്റ് ഈസ് എന്നാണ് സെൻറ്റൻസിൽ വന്നത്, അത് നമ്മൾ തിരിച്ചിട്ടപ്പോൾ ചോദ്യം കിട്ടി. ഇസ് ഇറ്റ് യോർ ബർത്ത്ഡേ? ഇനി ലേറ്റ് ആണോ എങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് ലേറ്റ്? സത്യമാണോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഇസ് ഇറ്റ് ട്രൂ? ഇസ് ഇറ്റ് ട്രൂ? ഇനി ഈ ചോദ്യം ഞാൻ കുറച്ചുകൂടെ വലുതാക്കാൻ പോകാം കേട്ടോ. ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ വേറെ ജോലി നോക്കുകയാണ് എന്നത് സത്യമാണോ എന്ന്. അപ്പോൾ സത്യമാണോ എന്നുള്ളത് ഇവിടെ ഉണ്ട്. ഇസ് ഇറ്റ് ട്രൂ? എന്ത്? നിങ്ങൾ വേറെ ജോലി നോക്കുകയാണ് എന്നത്. അപ്പോൾ ആ എന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം പറയണം. ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് എന്ത്? യു ആർ ലുക്കിംഗ് ഫോർ അനദർ ജോബ്. മനസ്സിലായോ? ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ അനദർ ജോബ്? അപ്പോൾ ഇതോ നിങ്ങൾ ജോലി രാജിവെച്ചു എന്നത് സത്യമാണോ? ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് യു റിസൈൻഡ്? കണ്ടോ എങ്ങനെയാണ് ചോദ്യം വന്നതെന്ന്. ഇനി നമുക്ക് ഇറ്റ് വരുന്ന വേറൊരു തരം സെൻറ്റൻസ് പാറ്റേൺ നോക്കാം. നമ്മൾ പലപ്പോഴും പറയാറില്ലേ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് അസാധ്യമാണ് എന്നൊക്കെ. ഇപ്പം ഞാൻ പറയുകയാണ് ഒരു പ്ലാൻ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക പ്രധാനമാണ് എന്ന്. ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് അറിയാമോ? ആദ്യം ഈ പ്രധാനമാണ് എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് എന്ത്? ഒരു പ്ലാൻ ഉണ്ടായിരിക്കുന്നത്, ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക. അവിടെ പറയുക ടു ഹാവ് എ പ്ലാൻ എന്നാണ്. അപ്പോൾ വരുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ പ്ലാൻ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ പ്ലാൻ. അപ്പോൾ ഇതേ പാറ്റേൺ വരുന്ന കുറേ സെൻറ്റൻസസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് നോക്കൂ. എല്ലാവരെയും സന്തോഷിപ്പിക്കുക അസാധ്യമാണ്. അപ്പോൾ അസാധ്യം എന്നുള്ളതിന് ഇംപോസിബിൾ എന്ന് പറയാം. ആദ്യം അത് പറയണം, അസാധ്യമാണ്. എങ്ങനെ പറയും? ഇറ്റ് ഈസ് ഇംപോസിബിൾ. എന്ത്? എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരെയും പ്രസാദിപ്പിക്കുന്നത്. അതിന് നമ്മൾ പ്ലീസ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ എന്താ പറയുക? ഇറ്റ്സ് ഇംപോസിബിൾ ടു പ്ലീസ് എവ്രി വൺ. അപ്പോൾ ആ ഒരു പാറ്റേൺ കണ്ടോ? ഇറ്റ്സ് ഇംപോസിബിൾ, അത് കഴിഞ്ഞ് ടു കഴിഞ്ഞ് ആ വേർബ് പറയുക. അടുത്ത് നോക്കൂ. ഇത്രയും വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് അപകടകരമാണ്. അപ്പോൾ അപകടം എന്നുള്ളതിന് ഡേഞ്ചർ എന്ന് പറയും. അപകടകരം ഡേഞ്ചറസ് ആണ്. അപ്പോൾ അപകടകരമാണ് എന്നുള്ളതിന് ഇറ്റ്സ് ഡേഞ്ചറസ് എന്ന് പറയും. എന്താണ് അപകടകരം? ഇത്രയും വേഗത്തിൽ വാഹനം ഓടിക്കുന്നത്. അതിന് ടു ഡ്രൈവ് സോ ഫാസ്റ്റ് എന്ന് പറയും. എങ്ങനെയാണ് സെൻറ്റൻസ് വരിക? ഇറ്റ്സ് ഡേഞ്ചറസ് ടു ഡ്രൈവ് സോ ഫാസ്റ്റ്. കണ്ടോ എങ്ങനെയാണ് സെൻറ്റൻസ് ഫോംഡ് ആയതെന്ന്. സുഹൃത്തുക്കളുമായി ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നല്ലതാണ് എന്ന് ആദ്യം പറഞ്ഞാൽ മതി. ഇറ്റ്സ് ഗുഡ്. എന്താണ് നല്ലത്? സുഹൃത്തുക്കളുമായി ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഗുഡ് ടു പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത് ഫ്രണ്ട്സ്. സുഹൃത്തുക്കളുമായി, അതാണ് വിത്ത് ഫ്രണ്ട്സ്. ഇറ്റ്സ് ഗുഡ് ടു പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത് ഫ്രണ്ട്സ്. അതുപോലെ നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമില്ലേ, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം, വളരെ സന്തോഷകരമായ കാര്യമാണെന്നൊക്കെ. അപ്പോൾ അവിടെ എന്താ പറയുക? ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു. ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്നതും ഇതേ പാറ്റേണിൽ വരുന്നൊരു സെൻറ്റൻസ് ആണ്. അടുത്തത് നോക്കൂ. ഓംലെറ്റ് ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. അതായത് മുട്ട പൊരിക്കുന്നത് എളുപ്പമാണെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ എളുപ്പമാണ് എന്നുള്ളത് ആദ്യം പറയാം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഈസി. എന്താണ് ഈസി ആയിട്ടുള്ളത്? ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. എന്ത് പറയും? ഇറ്റ്സ് ഈസി ടു മേക്ക് എൻ ഓംലെറ്റ്. കണ്ടോ, ഓംലെറ്റ് ഉണ്ടാക്കുക ടു മേക്ക് എൻ ഓംലെറ്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് ഈസി ടു മേക്ക് എൻ ഓംലെറ്റ്. പക്ഷെ അടുത്ത് നോക്കൂ. ബിരിയാണി ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല. അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ത് പറയും? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത്ര എളുപ്പമല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു മേക്ക് ബിരിയാണി. മനസ്സിലായോ? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു മേക്ക് ബിരിയാണി. അടുത്തതും സെയിം പാറ്റേൺ ആണ്. ഒരു ഭാഷ പഠിക്കുന്നത് അത്ര പ്രയാസമല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ലേൺ എ ലാംഗ്വേജ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ലേൺ എ ലാംഗ്വേജ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും അല്ലേ, മറ്റുള്ളവരെ വിമർശിക്കാൻ നിനക്ക് എളുപ്പമാണ് എന്ന്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് മറ്റുള്ളവരെ വിമർശിക്കാൻ നിനക്ക് എളുപ്പമാണ് എന്നാണ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയും? എളുപ്പമാണെന്നുള്ളത് ആദ്യം പറയണം. ഇറ്റ്സ് ഈസി. ആർക്കാണ് എളുപ്പം? നിനക്ക്. അതിനി വരണം. ഇറ്റ്സ് ഈസി ഫോർ യു ടു ക്രിട്ടിസൈസ് അതേഴ്സ്. മറ്റുള്ളവരെ വിമർശിക്കുക എന്നുള്ളതിനാണ് ടു ക്രിട്ടിസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ഈസി ഫോർ യു ടു ക്രിട്ടിസൈസ് അതേഴ്സ്. അപ്പോൾ ഇതോ, വളരെ നേരത്തെ ഉണർന്നെഴുന്നേൽക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്.
ബുദ്ധിമുട്ടാണെന്നുള്ളത് ആദ്യം പറയണം. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ആർക്കാണ് ബുദ്ധിമുട്ട്? എനിക്ക്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ എന്നുകൂടെ ചേർക്കണം അല്ലേ. ഇനി എന്താണ് ബുദ്ധിമുട്ട്? വളരെ നേരത്തെ ഉറക്കം വിട്ട് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഉറക്കം വിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതിന് ടു ഗെറ്റ് അപ്പ് എന്ന് പറയാം. എന്ത് പറയും? ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഗെറ്റ് അപ്പ്. എപ്പോൾ? വളരെ നേരത്തെ, വെരി ഏർലി എന്നൂടെ വരും. സെൻറ്റൻസ് എങ്ങനെയാണ് ഫോംഡ് ആയെന്ന് കണ്ടോ? ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഗെറ്റ് അപ്പ് വെരി ഏർലി. ഇനി ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ദിവസത്തിനുള്ളിൽ ജോലി തീർക്കുന്നത് ഞങ്ങൾക്ക് സാധ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധ്യം എന്നുള്ളതിന് പോസിബിൾ എന്ന് പറയാം. എന്ത് പറയും? ഇറ്റ്സ് പോസിബിൾ. ആർക്ക്? ഞങ്ങൾക്ക്. ഇറ്റ്സ് പോസിബിൾ ഫോർ അസ് എന്നാണ് കേട്ടോ അവിടെ വരുന്നത്. അപ്പോൾ എന്താണ് സാധ്യം? ഒരു ദിവസത്തിനുള്ളിൽ ജോലി തീർക്കുന്നത്. എങ്ങനെ പറയും? ഇറ്റ്സ് പോസിബിൾ ഫോർ അസ് ടു ഫിനിഷ് ദ വർക്ക് ഇൻ എ ഡേ. ഇൻ വൺ ഡേ എന്ന് പറയേണ്ട കേട്ടോ. ഇൻ എ ഡേ. ഇറ്റ്സ് പോസിബിൾ ഫോർ അസ് ടു ഫിനിഷ് ദ വർക്ക് ഇൻ എ ഡേ. അടുത്ത സെൻറ്റൻസ് നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റും. ഇന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നത് എനിക്ക് അസാധ്യമായൊരു കാര്യമാണ്. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറയും? അസാധ്യം എന്നുള്ളതിന് ഇംപോസിബിൾ എന്ന് പറയാമല്ലോ. അപ്പോൾ ഇറ്റ്സ് ഇംപോസിബിൾ ഫോർ മീ എന്ത്? ഇന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ. ഇറ്റ്സ് ഇംപോസിബിൾ ഫോർ മീ ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ടുഡേ. കിട്ടിയോ? പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന തരം പാറ്റേൺസ് ആണ് ഇതൊക്കെ അല്ലേ. ഇനി നമുക്ക് ഒരു പാറ്റേൺ കൂടെ നോക്കാം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറില്ലേ, അവൾക്ക് ജോലി കിട്ടാനാണ് സാധ്യത, അതുപോലെ അവരത് വെറുതെ പറയുകയാണെന്ന് വ്യക്തമാണ് എന്നൊക്കെ. അതാണ് നമ്മളിനി നോക്കുന്നത്. ഈ സെൻറ്റൻസ് നോക്കൂ. അയാൾ വേണ്ടെന്ന് പറയാനാണ് സാധ്യത എന്ന്. ഈ സാധ്യത എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെ നടക്കാനാണ് കൂടുതൽ ചാൻസ് എന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ലൈക്ലി എന്ന വാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുക ഇറ്റ് ഉപയോഗിച്ചാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. ഇറ്റ് ഈസ് ലൈക്ലി ദറ്റ് ഹീ വിൽ സേ നോ. അയാൾ ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാനാണ് സാധ്യത എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ലി ദറ്റ് ഹീ വിൽ സേ നോ. എളുപ്പത്തിൽ നമുക്കത് പറയാൻ പറ്റി അല്ലേ. അടുത്തത്, അവൾക്ക് ജോലിക്കയറ്റം കിട്ടാനാണ് സാധ്യത, അതായത് അവൾ പ്രൊമോട്ടഡ് ആവാനാണ് സാധ്യത എന്ന്. അപ്പോൾ എന്ത് പറയും? ഇറ്റ്സ് ലൈക്ലി ദാറ്റ് ഷീ വിൽ ഗെറ്റ് പ്രൊമോട്ടഡ്. ഇറ്റ്സ് ലൈക്ലി ദാറ്റ് ഷീ വിൽ ബി പ്രൊമോട്ടഡ് എന്നോ ഷീ വിൽ ഗെറ്റ് പ്രൊമോട്ടഡ് എന്ന് പറയാം കേട്ടോ. ഇറ്റ്സ് ലൈക്ലി എന്നാണ് അവിടെ ആദ്യം വന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പറയൂ. അവർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. എന്ത് പറയും? ഇറ്റ്സ് ലൈക്ലി ദാറ്റ് ദേ വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. കിട്ടിയോ പാറ്റേൺ? ഇറ്റ്സ് ലൈക്ലി ദാറ്റ് ദേ വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. അടുത്തത് നോക്കൂ. അവൻ നുണ പറയുകയാണ് എന്നത് വ്യക്തമാണ്. വ്യക്തമാണ് എന്നുള്ളൊരർത്ഥത്തിൽ നമുക്ക് ഓബ്വിയസ് എന്ന് പറയാം. എന്ത് പറയും? ഇറ്റ്സ് ഓബ്വിയസ് ദാറ്റ് ഹീ ഈസ് ലൈയിങ്. നുണ പറയുക എന്നുള്ളതിന് ടു ലൈ എന്നല്ലേ പറയുക. അപ്പോൾ ഇറ്റ്സ് ഓബ്വിയസ് ദാറ്റ് ഹീ ഈസ് ലൈയിങ്. അവൻ നുണ പറയുകയാണെന്ന് വ്യക്തമാണ്. അടുത്തത്, അവളത് മോഷ്ടിച്ചു എന്നത് വ്യക്തമാണ്. ഈ വ്യക്തം എന്നുള്ളതിന് വേണമെങ്കിൽ ഇറ്റ്സ് ഓബ്വിയസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് ക്ലിയർ എന്ന് പറയാം. ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഷീ സ്റ്റോൾ ഇറ്റ്. അപ്പോൾ ഒരു കാര്യം മോഷ്ടിക്കുക എന്നുള്ളതിന് സ്റ്റീൽ എന്ന് പറയും, ടു സ്റ്റീൽ. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റോൾ. ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഷീ സ്റ്റോൾ ഇറ്റ്. അവളത് മോഷ്ടിച്ചു എന്ന് വ്യക്തമാണ്. കണ്ടോ? ഇറ്റ്സ് ക്ലിയർ എന്ന് പറഞ്ഞ സെൻറ്റൻസ് തുടങ്ങിയത്. ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഷീ സ്റ്റോൾ ഇറ്റ്. ഒരെണ്ണം കൂടെ പറയാം. അവർ പരിപാടി റദ്ദാക്കിയത് നിർഭാഗ്യകരമാണ്. നമ്മൾ പറയാറില്ലേ, ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തത് കഷ്ടമായി പോയി എന്ന്. ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിർഭാഗ്യകരം എന്നുള്ളതിന് അൺഫോർച്ചുനേറ്റ് എന്ന് പറയാം. എന്ത് പറയും? ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ദേ ക്യാൻസൽഡ് ദ പ്രോഗ്രാം. കണ്ടോ? ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ദേ ക്യാൻസൽഡ് ദ പ്രോഗ്രാം. അപ്പോൾ ഇന്ന് നമ്മൾ പലതരം സെൻറ്റൻസ് പാറ്റേൺസ് പഠിച്ചില്ലേ. അതിനെ ബേസ് ചെയ്ത് ഞാൻ 3 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾ നോക്കൂ. ആദ്യത്തത്, കഴിക്കാൻ ഒന്നുമില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇവിടെ നിങ്ങൾ ഇറ്റ് വെച്ചാണോ ദേർ വെച്ചാണോ സെൻറ്റൻസ് തുടങ്ങുക? ആലോചിക്കൂ. അടുത്തത്, ഉത്തരം കണ്ടെത്തുന്നത് പ്രയാസമാണ്. ഉത്തരം കണ്ടെത്തുന്നത് പ്രയാസമാണ്. ഇവിടെ എങ്ങനെയാണ് ചോദ്യം തുടങ്ങുക? ഇറ്റ് ആണോ ദേർ ആണോ വരിക എന്നുള്ളത് നിങ്ങൾ നോക്കൂ. മൂന്നാമത്തത്, പോകാൻ സമയമായോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ചോദ്യമാണ്. ഇവിടെയും എങ്ങനെയാണ് ചോദ്യം തുടങ്ങുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കൂ. അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യൂ. അത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ആവശ്യം വരുമ്പോൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. അധികം താമസിയാതെ നമുക്കിതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതുവരെ ബൈ.